അസ്സലാമലൈക്കും എവരിവൺ. എന്തായി സുഖന്നല്ല? അപ്പൊ ഇന്ന് ഞങ്ങൾ ബഹ്റൈൻ സൗദിയിലേക്ക് പോകുന്ന ഒരു വ്ളോഗ് നമുക്കൊന്ന് കണ്ടെങ്കിൽ. ബഹ്റൈൻ ടു സൗദി ബൈ റോഡാണ് നമ്മൾ ഇന്ന് പോകുന്നുള്ളത്. ഫസ്റ്റ് ഒന്നല്ല നമ്മൾ പോകുന്നത്, കുറേ പ്രാവശ്യം മുമ്പ് പോയിട്ടുണ്ട്, കുറേ പ്രോഗ്രാംസ് എല്ലാം അറ്റൻഡ് ആക്കി. ഒരു കൊല്ലത്തിന്റെ മുകളിലായി ഇപ്പൊ നമ്മൾ സൗദിയിലേക്ക് പോയിട്ട്. ഇപ്പൊ വിസ കാര്യങ്ങളെല്ലാം ഭയങ്കര സ്ട്രിക്റ്റ് ആയതുകൊണ്ട് തന്നെ കോസ്ഫേയിൽ നല്ല ടെൻഷനും ഉണ്ടായിരുന്നു. പക്ഷെ അൽഹംദുലില്ലാ റാഹത്തായിട്ട് നമ്മൾ അൽക്കോബാറിലേക്ക് എത്തി. നേരെ പോയത് നമ്മൾ ലുലുവിലേക്ക് ഒരു സിം എടുക്കാൻ വേണ്ടിയിട്ട്. സൗദിയിലത്തെ നെറ്റ് ഇല്ലാണ്ട് നമുക്ക് കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളൊന്നും ശരിയാവില്ല. അതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് സിം എടുക്കാന്ന് വിചാരിച്ച് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി. ഫുഡെല്ലാം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നാളത്തെ ഇക്ക വന്നിട്ട് പറയുന്നത്, നിങ്ങൾ പട്ടുമാലുണ്ടായ ആളല്ലേ, പാട്ടെല്ലാം കേൾക്കലുണ്ട്, ഇപ്പൊ വ്ളോഗെല്ലാം കാണലുണ്ട് എന്ന്. അപ്പൊ ഇതെല്ലാം കേട്ടിട്ടാകുമ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി ആയി. ഒരാൾ നമ്മളെ റെക്കഗ്നൈസ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അത് ഭയങ്കര ഒരു അച്ചീവ്മെന്റ് തന്നെയാണ്. അങ്ങനെ അടുത്ത് നല്ല അടിപൊളി ഫുഡെല്ലാം കഴിച്ചിട്ട് നമ്മൾ നേരെ ദമാമിലേക്ക് പോയി. നമുക്ക് ഒരു കാര്യം പറയാൻ വിട്ടോ, എന്തെന്ന് പറഞ്ഞെങ്കിൽ നാട്ടിലുള്ള കുറേ വ്ളോഗ്സ് എല്ലാം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഇട്ടുകൊണ്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആൾക്കാർ ഞാൻ നാട്ടിലുണ്ട് തന്നെയാന്ന് വിചാരിച്ചിട്ടുള്ളത്. ബഹ്റൈനിൽ വന്നിട്ട് വ്ളോഗ്സ് ഒന്നും ഞാൻ അങ്ങനെ ഇടുന്നേ ഉണ്ടായിട്ടാ. അപ്പൊ കുറേ ആൾക്കാർ എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, നാട്ടിലുണ്ട്, പ്രോഗ്രാമിന് വരുമോ അങ്ങനെ ഇങ്ങനെ എന്നെല്ലാം ചോദിച്ചിട്ട്. അപ്പൊ എല്ലാവർക്കും കൂടിയിട്ടുള്ള ഒരു ആൻസറാണ്, ഞാൻ ബഹ്റൈനിലാണ് ഉള്ളത്. അങ്ങനെ ഫൈനലി നമ്മൾ ദമാമിലേക്ക് എത്തി. അങ്ങനെ അതിന്റെ ഇടയിൽ അനീഷക്ക് കുറച്ച് ആൾക്കാരെല്ലാം കാണാനുണ്ടായിന്, ഓറെ കാണാനെല്ലാം പോയി. ഈ കാണുന്നെല്ലാം നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാരാണ്. KMCCന്റെ ഓരോ സ്ഥാനത്ത് നിൽക്കുന്ന ഒരാൾക്കാരാണ്. പിന്നെ പാട്ടിന് അത്രമേൽ ഇഷ്ടപ്പെടുന്ന നമ്മളെ സ്വന്തം നാച്ചുക്ക. അങ്ങനെ ഓരെല്ലാം കണ്ട് സംസാരിച്ചു. അങ്ങനെ വന്ന കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ നടന്ന് കാണാനുള്ള ആൾക്കാരെല്ലാം കണ്ടിട്ട് നമ്മൾ തിരിച്ച് രാത്രിയിൽ തന്നെ ബഹ്റൈനിലേക്ക് തിരിച്ചു പോയി. അപ്പൊ ഇൻഷാ അല്ലാഹ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.